വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 15-ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 71 മുതൽ 75 വരെയുള്ള ശ്ലോകങ്ങളാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. 71-ാം ശ്ലോകം. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ബ്രഹ്മണ്യ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണ ബ്രഹ്മി ബ്രഹ്മജ്ഞ ബ്രാഹ്മണപ്രിയ എന്നീ 10 നാമങ്ങൾ ഈ ശ്ലോകത്തിൽ കാണാം. ബ്രഹ്മണ്യ. ബ്രഹ്മ എന്ന ശബ്ദം തപസ്, വേദങ്ങൾ, ബ്രാഹ്മണൻ, ജ്ഞാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. അവയ്ക്ക് ഹിതകരമായവൻ ബ്രഹ്മണൻ എന്ന് പറയുന്നു. ബ്രഹ്മകൃത്. ബ്രഹ്മത്തെ സൃഷ്ടിക്കുന്നവനായതുകൊണ്ട് വിഷ്ണുവിനെ ബ്രഹ്മകൃത് എന്ന് പറയുന്നു. ബ്രഹ്മ. പ്രപഞ്ച സൃഷ്ടിക്കും വേണ്ടി ബ്രഹ്മരൂപം സ്വീകരിച്ചിരിക്കുന്നവനാണ് വിഷ്ണു എന്നതിനാൽ ബ്രഹ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മ. സത്യസ്വരൂപവും ജ്ഞാനസ്വരൂപവും അനന്തവുമാകുന്ന ബ്രഹ്മമെന്ന് വിശേഷിപ്പിക്കുന്നു. ഏറ്റവും ബൃഹത്തായത് എന്ന് പറയുന്നു. ബ്രഹ്മവിവർധന. തപസ്, വേദങ്ങൾ, ബ്രാഹ്മണൻ, ജ്ഞാനം എന്നിവയെ നന്നായി വർദ്ധിപ്പിക്കുന്നവൻ എന്ന് പറയുന്നു. ബ്രഹ്മവിദ്. വേദത്തെ സമഗ്രമായി അറിയുന്നവനെന്ന് പറയുന്നു. ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം പ്രകടിപ്പിക്കുന്നവനാണ് ബ്രാഹ്മണൻ, വിഷ്ണു എന്ന് പറയുന്നു. ബ്രഹ്മി. ബ്രഹ്മങ്ങളോട് കൂടിയവൻ എന്നാണ് ഇതിനർത്ഥം പറയുന്നത്. ബ്രഹ്മജ്ഞ. ബ്രഹ്മത്തെ അറിയുന്നവനാണ് വിഷ്ണു എന്നാണ് ഇതിനർത്ഥം. ബ്രാഹ്മണപ്രിയ. ബ്രഹ്മജ്ഞാനികൾക്ക്, ബ്രാഹ്മണർക്ക് പ്രിയമായവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 72-ാം ശ്ലോകം. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്വ മഹായജ്ഞോ മഹാഹവി. 8 നാമങ്ങളാണ് ഇവിടെ കാണുന്നത്. മഹാക്രമ, മഹാകർമ്മ, മഹാതേജ, മഹോരഗ, മഹാക്രതു, മഹായജ്വ, മഹായജ്ഞ, മഹാഹവി എന്നിവയാണ് 8 നാമങ്ങളെന്ന് കാണാം. മഹാക്രമ. മഹത്തായ പദക്രമത്തോട് ചുവടുവെപ്പോട് കൂടിയവൻ എന്നാണ് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. മഹാകർമ്മ. മഹത്തായ കർമ്മം ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലോകത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാര കർമ്മങ്ങളാണ് ഈ മഹത്തായ കർമ്മമെന്ന് പറയുന്നു. മഹാതേജ. മഹത്തായ തേജസ്സോടുകൂടിയവനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. മഹോരഗ. മഹത്തായ ഉരകം, സർപ്പം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ സർപ്പം എന്നതുകൊണ്ട് വാസുകി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സർപ്പാണാമപി വാസുകി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതായി കാണാം. മഹാക്രതു. ക്രതു എന്നാൽ യാഗം, മഹത്തായ യാഗം, അശ്വമേധയാഗം. ഇങ്ങനെയുള്ള മഹത്തായ യാഗത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്നാണ് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. മഹായജ്വ. യജ്വാവ് എന്നാൽ യാഗം ചെയ്യുന്നവൻ. മഹാനായ യജ്വാവാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹായജ്ഞ. മഹത്തായ യജ്ഞത്തിൻ്റെ സ്വരൂപമുള്ളവനെന്നാണ് ഇവിടുത്തെ വിശേഷണം. മഹാഹവി. മഹത്തായ ഹവിസാണ് വിഷ്ണു എന്ന് പറയുന്നു. അപ്പോൾ ഈ നാമങ്ങൾ കൊണ്ട് യജ്ഞവും യജ്ഞം ചെയ്യുന്നവനും ഹവിസും എല്ലാം വിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. 73-ാം ശ്ലോകം. സ്തവ്യസ്തവപ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണപ്രിയ പൂർണ്ണ പൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ. സ്തവ്യ, സ്തവപ്രിയ, സ്തോത്രം, സ്തുതി, സ്തോത, രണപ്രിയ, പൂർണ്ണ, പൂരയിത, പുണ്യ, പുണ്യകീർത്തി, അനാമയ എന്നിങ്ങനെ 11 നാമങ്ങൾ നമുക്കിവിടെ കാണാം. സ്തവ്യ. സ്തവ എന്നാൽ സ്തുതിക്കുക എന്ന് പറയുന്നു. സ്തവ്യ എന്നാൽ സ്തുതിക്കപ്പെടേണ്ടവൻ എന്നും ഭഗവാൻ വിഷ്ണുവിനെ എല്ലാവരും സ്തുതിക്കപ്പെടുന്നവനാണ് എന്നും എന്നാൽ ഭഗവാൻ വിഷ്ണു ആരെയും സ്തുതിക്കുന്നില്ല എന്നും പറയുന്നു. സ്തവപ്രിയ. സ്തുതിപ്രിയനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സ്തോത്രം. യാതൊന്നിനാൽ സ്തുതിക്കപ്പെടുന്നുവോ അതാണ് സ്തോത്രം. ഭക്തന്മാർ ഭഗവാനെ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നു. സ്തുതി. സ്തുതിക്കുക എന്ന കർമ്മത്തെ സ്തുതി എന്ന് പറയുന്നു. സ്തോത. സ്തുതി ചെയ്യുന്നവനെ സ്തോത എന്ന് പറയുന്നു. ഭഗവന്മയനായ സ്തോതാവും ഭഗവാനും വേറെയല്ല എന്നാണ് ഇതിന് അർത്ഥം. ഇവിടെ ഈ നാമങ്ങളിൽ കൂടി സ്തോതാവും സ്തുതിയും സ്തോത്രവും സ്തുതിപ്രിയനും എല്ലാം ഒന്നു തന്നെ, വിഷ്ണു തന്നെ എന്ന് കാണിക്കുന്നു. രണപ്രിയ.
ധർമ്മ സംസ്ഥാപനാർത്ഥം യുദ്ധം ചെയ്യുന്നതിൽ തൽപരനാണ് വിഷ്ണു എന്ന് പറയുന്നു. പൂർണ്ണ, ഒന്നിനും കുറവില്ലാത്തവനാണ്, പൂർണ്ണനാണ് വിഷ്ണു എന്ന് അർത്ഥം പറയുന്നു. പൂരയിത, സ്വയം പൂർണ്ണനാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും പൂർണ്ണന്മാരാക്കുന്നവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. പുണ്യ, ഭഗവാൻ വിഷ്ണു പവിത്രനാണ്, പുണ്യസ്വരൂപനാണ് എന്നർത്ഥമാക്കുന്നു. പുണ്യകീർത്തി, ഭഗവാനെ കീർത്തിക്കുന്നതും കീർത്തന രൂപേണ ഓർക്കുന്നതും എല്ലാം തന്നെ പുണ്യകരമാണ് എന്ന് പറയുന്നു ഇവിടെ. അനാമയ, ആമയമെന്നാൽ രോഗം, പീഡ എന്നൊക്കെയാണ്. ആമയമില്ലാത്തവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. രോഗങ്ങളെ രണ്ട് തരമായി പറയുന്നു, ആന്തരികവും ബാഹ്യവും. രാഗദ്വേഷാദികൾ ആന്തരിക രോഗങ്ങളായും ശാരീരികമായവ ബാഹ്യരോഗങ്ങളായും പറയുന്നു. ഇവ രണ്ടിൽ നിന്ന് മുക്തനായവനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. 74 ശ്ലോകം. മനോജവസ്ഥീർത്ഥകരോ വസുരേദാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി. മനോജവ, തീർത്ഥകര, വസുരേത, വസുപ്രദ, വസുപ്രദ, വാസുദേവ, വസു, വസുമന, ഹവി എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 9 നാമങ്ങൾ. മനോജവ, ജവമെന്നാൽ വേഗം, മനസ്സിൻ്റെ വേഗത്തോടു കൂടിയവൻ. മനസ്സ് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നു. അത്രയും വേഗത വിഷ്ണുവിന് ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. തീർത്ഥകര, തീർത്ഥമെന്നതിന് ഇവിടെ വിദ്യ എന്ന് അർത്ഥം പറയുന്നു. പ്രപഞ്ചത്തിലെ സമസ്ത വിദ്യയുടെയും കർത്താവ്, സ്രോതസ് എന്ന് വിശേഷിപ്പിക്കുന്നു. വസുരേത, വസു എന്നാൽ സ്വർണം, രേതസ് എന്നാൽ വീര്യം എന്ന് പറയുന്നു. സ്വർണം ആരുടെ വീര്യമാണോ അവൻ വസുരേതസ്. ഭഗവാൻ വിഷ്ണു ആദ്യം ജലം സൃഷ്ടിച്ചു, അതിൽ വീര്യം അഥവാ രേതസ് നിക്ഷേപിച്ചു. അത് ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ സ്വർണമയമായ അണ്ഡമായി എന്ന് പറയപ്പെടുന്നു. വസുപ്രദ, ഇവിടെ വസു എന്നതിനെ ധനം എന്നായി വ്യാഖ്യാനിക്കുന്നു. അത് നല്ലപോലെ ദാനം ചെയ്യുന്നവൻ എന്നാണ് വസുപ്രദ എന്നതുകൊണ്ട് ഈ നാമത്തിൽ ഉദ്ദേശിക്കുന്നത്. ലൗകിക സമ്പത്തിനെയാണ് ഈ നാമത്തിൽ വസു അല്ലെങ്കിൽ ധനം എന്നതുകൊണ്ട് പറയുന്നത്. വസുപ്രദ, ഇവിടെ വസു എന്നതിന് ഉത്കൃഷ്ടമായ ധനം, അതായത് മോക്ഷം എന്നാണ് പറയുന്നത്. മോക്ഷം പ്രദാനം ചെയ്യുന്നവനാണ് മഹാവിഷ്ണു. വാസുദേവ, വസുദേവൻ്റെ പുത്രനായ വാസുദേവനെ, കൃഷ്ണനെ ഇവിടെ സൂചിപ്പിക്കുന്നു. വസു, സകല ഭൂതങ്ങളും ഭഗവാനിലോ ഭഗവാൻ സകല ഭൂതങ്ങളിലും വസിക്കുന്നതുകൊണ്ട് ഇവിടെ വസു എന്ന് വിശേഷിപ്പിക്കുന്നു. വസുമന, വസുക്കളിൽ മനസ്സുള്ളവനെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. സകല ഭൂതങ്ങളെയും കുറിച്ച് സദാസമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്നു. ഹവി, ഹവിസിൻ്റെ രൂപത്തിൽ ഉള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 75 ശ്ലോകം. സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന. ഇവിടെ 9 നാമങ്ങൾ കാണാം. സദ്ഗതി, സത്കൃതി, സത്ത, സദ്ഭൂതി, സത്പരായണ, ശൂരസേന, യദുശ്രേഷ്ഠ, സന്നിവാസ, സുയാമുന എന്നിവയാണ് 9 നാമങ്ങൾ എന്ന് കാണാം. സദ്ഗതി, സത്തുക്കൾക്ക് ഗതിയായവൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സത്കൃതി, എല്ലായ്പ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവൻ എന്നാണ് ഇതിനർത്ഥം. സത്ത, എല്ലായ്പ്പോഴും ഒരേ സ്ഥിതിയിലുള്ളവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. സദ്ഭൂതി, ഭൂതി എന്നാൽ ഐശ്വര്യം എന്ന് അർത്ഥം പറയുന്നു. ഉത്കൃഷ്ടമായ ഐശ്വര്യത്തോടു കൂടിയവനാണ് മഹാവിഷ്ണു. സത്പരായണ, അയനമെന്നാൽ ഗതി എന്ന് അർത്ഥം പറയുന്നു. അപ്പോൾ സത്പരായണ എന്നതുകൊണ്ട് സത്തുക്കൾക്ക് പരമമായ അയനം, ഗതി, വാസസ്ഥലമായിട്ടുള്ളവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ശൂരസേന, ശൗര്യമുള്ള സേനാനികളടങ്ങിയ സൈന്യത്തോടു കൂടിയവനെന്ന് വിശേഷിപ്പിക്കുന്നു. ഉദാഹരണമായി പറയുന്നത് ശ്രീരാമൻ്റെ സൈന്യത്തെയാണ്. യദുശ്രേഷ്ഠ, യാദവന്മാരിൽ ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണൻ. സന്നിവാസ, സത്തുക്കൾക്ക് നിവാസമായവൻ, അഭയസ്ഥാനമായവൻ എന്നാണ് ഇതിനർത്ഥം പറയുന്നത്. സുയാമുന, യാമുനൻ എന്നാൽ യമുനാപുര നിവാസി എന്ന് പറയാം. നല്ല യാമുനൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സദാത്മാക്കളായ യാമുനർ, യമുനാപുര നിവാസികൾ ചുറ്റുമുള്ളതിനാൽ ശ്രീകൃഷ്ണനെ, അതായത് വിഷ്ണുവിനെ സുയാമുനൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചെല്ലാം.
ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്വ മഹായജ്ഞോ മഹാഹവി സ്തവ്യസ്തവപ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണപ്രിയ പൂർണ്ണ പൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവസ്ഥീർത്ഥകരോ വസുരേദാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന. 76 മുതൽ 80 വരെയുള്ള ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.